എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സോറോയും ലൂഫിയും കക്കുവും ലുച്ചിയും അവർ 4 പേരും ചേർന്ന് ആ സർഫിയംസിനെ 2 പേരെയും നല്ല സ്ട്രെങ്ത് ഉപയോഗിച്ച് അങ്ങനെ തല്ലി തല്ലി തകർക്കുകയാണ്. അവർക്ക് നേരെ വന്ന അറ്റാക്ക് അവർ ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ചെറുത്ത് നിൽക്കും. നേവിക്കാരും പൈററ്റ്സും ഒരുമിച്ച് ചേർന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു അസുലഭ നിമിഷം. അങ്ങനെ അവർ 4 പേരും ഒറ്റക്കെട്ടായി നിന്നതിന്റെ പരിണത ഫലമായി ആ 2 സർഫിയംസിനെയും അവരടിച്ച് താഴെയിടും. ലൂഫി ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഇനി നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ബാക്കിയുള്ള നമ്മുടെ ടീംമേറ്റ്സിനെ എത്രയും വേഗം കണ്ടെത്തി ഇവിടുന്ന് സേഫ് ആയിട്ട് പോകണമെന്ന് പറയും. അപ്പോഴായിരിക്കും ഷക്ക മറ്റൊരു ട്വിസ്റ്റ് കൊടുക്കുക. സർഫിയംസിനെ ഹ്യൂമൻസിനെ പോലെ അങ്ങനെ മൊത്തത്തിൽ തകർക്കാൻ പറ്റില്ല. അവരുടെ പവറും എബിലിറ്റിയും അൺബീറ്റബിൾ ആണ്. അവർ വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യും. അവറ്റകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് അവർ ഷൗക്കാവുകയാണ്. അവരിത് പറയേണ്ട അടുത്ത താമസം വീണ്ടും അവറ്റകളെ എഴുന്നേക്കുകയാണ്. ലുച്ചിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. അതേസമയം ലൂഫിക്ക് അവനെ കാണുമ്പോൾ കൈഡോയായിരിക്കും ഓർമ്മ വരിക. ടോറോ ആണെങ്കിൽ ഷക്കയോട് പറയും, ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്ത ഓർമ്മയാണ് വന്നത്. അതിന് ഒക്കെ പറയും, അതെ, ആ ഒരു കിങ് അവൻ നിസ്സാരക്കാരനല്ല. പങ് ഹസാർഡിൽ ഒരു ഗിനിപ്പിക്കായിട്ട് റിസർച്ചിന് വേണ്ടിയാണ് അവൻ ഉപയോഗിച്ചത്. പക്ഷെ കൈഡോ അവനെ സേഫാക്കി സോൾജിയറാക്കി മാറ്റി. അവന്റെ പവർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ലൊണാരിയൻ ട്രൈബിലെ ഒരു മെമ്പറാണെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ പങ് ഹസാർഡിൽ കൈഡോ അവനാണെങ്കിൽ കിങ്ങിനോട് പറയും, നിന്റെ പവർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനും കുറച്ച് ആൾക്കാരും ചേർന്ന് നേവിക്കെതിരായി വലിയൊരു ടീം ഫോം ചെയ്യാൻ പോവാണ്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ടീമിൽ വന്നു ചേരാം. പവർഫുൾ ആയ ആൾക്കാരെയാണ് എനിക്ക് ആവശ്യമെന്ന് പറയും. അതിന് കിങ് പറയും, ഞാൻ പവർഫുള്ളാണ്, ആയിട്ടുള്ള ലുണാരിയൻ ട്രൈബിലെ ഒരു മെമ്പറാണ് ഞാനെന്ന് പറഞ്ഞ് അവർ 2 പേരും ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെ തല്ലിക്കൊന്ന് ആ ലാബ് തന്നെ മൊത്തത്തിൽ പൊട്ടിത്തെറിപ്പിച്ചാണ് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത്. കട്ട് ചെയ്ത ഇപ്പൊ ഷക്ക പറയും, ആ ലുണാരിയൻ ട്രൈബിന്റെ ബ്ലഡ് ലൈനും സർഫിയംസിന്റെ ബോഡിയിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ, ലുണാരിയൻ ബ്ലഡ് ലൈനിന്റെ പവർ, അങ്ങനെ എല്ലാം ചേർന്ന മാസ് പവർ ഉള്ളവരാണ് സർഫിയൻസ്. അവരെ തകർക്കാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അവരുടെ ബോഡിയിലെ ആ ഫയർ പവർ അത് കുറയുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എഫക്റ്റീവായിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റൂ. അത് കേട്ട് നേവിക്കാർക്കും നമ്മുടെ ആൾക്കാർക്കും ഭയങ്കര സന്തോഷം. കാരണം അവറ്റകളെ തോൽപ്പിക്കാനുള്ള ഒരു ഡ്രോബാക്ക് അതിപ്പോഴാണ് അവർക്ക് കിട്ടിയത്. കിങ്ങിന്റെ ബോഡിയിലുള്ള ഫയർ അത് കുറഞ്ഞപ്പോഴാണ് അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചത്. ഷക്കയാണെങ്കിൽ അവരോട് സോറി പറയും, ഐ എം സോറി, ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ഒരല്പം ലേറ്റ് ആയി പോയി. അതിന് നമ്മുടെ ആൾക്കാർ അവനെ ആശ്വസിപ്പിച്ച് വീണ്ടും കുട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി റെഡിയായിട്ട് നിൽക്കും. ഓരോ ആണെങ്കിൽ ആ കിങ്ങിന്റെ പവറും അവന്റെ ബോഡിയുടെ സ്പെഷ്യാലിറ്റിയും അതൊന്നായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ അവർക്ക് ഏകദേശം ആ സർഫ്യൂമിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പിടികിട്ടും. ഷക്കയാണെങ്കിൽ അവരോട് പറയും, ഡോക്ടർ വേഗോ പങ്ക് ആൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആളുമായിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. ഉടനെ അതൊരു സർഫ്യൂം ആണെങ്കിൽ അവനെ ഫോളോ ചെയ്തു പോകും. അതിന് സോറോ അവന്റെ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വെട്ടി അവനെ ബ്ലോക്ക് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ നാമിയൻ ടീം അവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ജൂനിയർ ജിംബെ സർഫ്യൂമിനോട് ഫൈറ്റ് ചെയ്ത് അവർക്ക് ജയിക്കാൻ കഴിയില്ലെന്ന്. സോ അവർ ഉഷാറായിട്ട് അങ്ങനെ ഓടാനായിട്ട് തുടങ്ങും. സർഫ്യൂം ആണെങ്കിൽ ഫ്ലോറിലൂടെ സ്വിം ചെയ്ത് വരും പോലെ അങ്ങനെ നല്ല ഫോഴ്സിൽ സ്വിം ചെയ്ത് വരികയാണ്. ഇവിടെ തിങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, വാവ്, എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതിലേതാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത് ഓട്ടമാണെന്ന് പറഞ്ഞ് ആൾക്കാരെയും കട്ടയ്ക്ക് പ്രോത്സാഹിപ്പിച്ച് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് ചാടി ഓടും. ബ്രൂക്കും നാമിയും ആണെങ്കിൽ നൈസായിട്ട് ഒന്നവനെ തിരിഞ്ഞു നോക്കും. അവനെ ആണെങ്കിൽ പുറകിൽ കാണാനില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് അവര് മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിൽ അവനെ കാണുക. അവൻ വന്ന ഫോഴ്സിൽ ആദ്യം തിങ്കറിനെ ഇട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം ബ്രൂക്കിനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി ബ്രൂക്കിന്റെ തലയും ഹെൽമെറ്റും അങ്ങനെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ചായി തെറിച്ചു പോവാണ്. നാമിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവളുടെ കയ്യിൽ ആ സ്റ്റിക്ക് ഉണ്ട്. അവൾ അതുപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ജിംബയുടെ ആ ഫേസ് അത് കാണുമ്പോൾ അവൾക്ക് അറ്റാക്ക് ചെയ്യാൻ തോന്നില്ല. മാത്രമല്ല അതൊരു ചെറിയ പയ്യനാണ്. നാമി അങ്ങനെ മടിച്ചു നിൽക്കുന്നത് കണ്ട ക്ലൗഡ് പവർ അതാണെങ്കിൽ നാമിയോട് പറയും, നാമി, നീ ഇങ്ങനെ മടിച്ചു നിൽക്കാനായിട്ട് പാടില്ല. അത് റിയൽ ജിംബയല്ല. മാത്രമല്ല അതൊരു ചെറിയ കുട്ടിയോ അല്ല. ആ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സർഫിയം മാത്രമാണ്. അവൻ നമ്മുടെ ശത്രുവാണ്. തീർച്ചയായിട്ടും നീ അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് നാമി അവളാണെങ്കിൽ ക്ലൗഡ് പവറുമായിട്ട് കമ്പൈൻ ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. നാമി അതിന്റെ ക്ലോസ് എത്തി ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ആഞ്ഞടിക്കും. ക്ലൗഡ് പവർ ആണെങ്കിൽ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്ത് തകർത്ത് താഴെ ഇടുകയാണ്. അത് വെള്ളത്തിൽ സ്വിം ചെയ്ത് പോകും പോലെ
ഫ്ലോറിന്റെ ഉള്ളിലേക്ക് പോകും. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ തല ബോഡിയായിട്ട് കണക്ട് ചെയ്ത് നാമിയോട് പറയും, നമ്മളിവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ്, തീർച്ചയായിട്ടും അത് തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് അവരവിടെ ഓടാൻ ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം അത് ബാക്ക് ടു നോർമലായി അവരുടെ മുൻപിലേക്ക് തന്നെ വരും. നാമി ആണെങ്കിൽ അതിനെ കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. ബ്രൂക്ക് ആണെങ്കിൽ നാമിയെ കവർ ചെയ്ത് അവൾക്ക് ഒന്നും ഏൽക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ അവനാണെങ്കിൽ ബ്രൂക്കിനെ അങ്ങനെ കഴുത്തിൽ പിടിച്ച് പൊക്കിയെടുക്കുകയാണ്. അത് കണ്ട് നാമി അവൾ വീണ്ടും വീണ്ടും നിലവിളിക്കും. നാമിയുടെ നിലവിളി കേട്ട് നമ്മുടെ സാഞ്ചി നോ, നാമി ഒരു കാരണവശാലും ആരും ടച്ച് ചെയ്യാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പാഞ്ഞു വരികയാണ്. അവനങ്ങനെ വരെ നാമിയുടെ ക്വാളിറ്റിയും പവറിനെ പറ്റിയും സൗന്ദര്യത്തെ പറ്റിയും വർണ്ണിച്ചു കൊണ്ടേയിരിക്കും. അതിനുശേഷം ക്ലോസ് എത്തി അതിനെ ആഞ്ഞു ചവിട്ടും. അതങ്ങനെ തെറിച്ചു പോയി അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ഞാൻ ഓഹാ ടീമിലെ പവർഫുൾ സോറോ ആണ്. നാമി എൻ്റെ പെണ്ണാണ്, അവളെ തൊടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. എൻ്റെ ഈ ഒരു പഞ്ചിൽ ഇനി അവൻ തിരികെ എത്താൻ മിനിമം 10 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് അഞ്ചാണെങ്കിൽ നാമിയുടെ മുൻപിൽ വമ്പം പോസൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ വീണ്ടും തിരികെ വരികയാണ്. അതിന് സാഞ്ചി ആണെങ്കിൽ അവനോട് പറയും, നിനക്ക് ജിംബയുടെ രൂപം ഉള്ളതുകൊണ്ടോ നീ ഒരു കുട്ടി പയ്യനായതുകൊണ്ടോ എന്നിൽ നിന്ന് നിനക്ക് യാതൊരു എക്സെപ്ഷനും കിട്ടാനായിട്ട് പോകുന്നില്ല. നാമിയെ തൊട്ടാ നീ വിവരം അറിയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹാൻകോക്കിന്റെ പവറുള്ള ആ ഒരു സർഫ്യൂം അതാണെങ്കിൽ ഉസോപ്പിനെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. പക്ഷെ ലിലിത്ത് ആണെങ്കിൽ തിരിഞ്ഞോടാതെ അതിനെ തകർക്കാനായിട്ട് വെപ്പനൊക്കെ എടുത്ത് അതിന്റെ നേർക്ക് വരികയാണ്. ആ സർഫ്യൂം ആണെങ്കിൽ അടുത്തേക്ക് ഓടി വരെ ഇവിടെ ലിലിത്ത് അവളാണെങ്കിൽ പ്രത്യേകതരം ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. സർഫ്യൂം ഹായ് ആയിട്ട് ആ ബബിൾസ് തട്ടിവിടും. ഉസോപ്പ് ആണെങ്കിൽ വിളിച്ചു പറയും, നീ അത് കാണുന്നില്ലേ, നിന്റെ ബബിൾസിനെ കൊണ്ട് അവളെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഓട്. പക്ഷെ എന്താ, ആ ഒരു ഹാൻകോക്കിന്റെ പവറുള്ള പെർഫ്യൂം അവളങ്ങനെ ഓടി വരെ തളർന്ന് താഴെ വീഴുകയാണ്. കാരണം അവൾ ഉപയോഗിച്ച ആ ഒരു ബബിൾസ് അത് 3% പവറുള്ള ബബിൾസ് ആണ്. അതിന്റെ പവറിൽ ഇപ്പോൾ നമ്മുടെ പെണ്ണ് ഈസി ആയിട്ട് അവളെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഉടനെ ഫ്രാങ്കി ആണെങ്കിൽ വീണ് കിടന്ന ആ പെർഫ്യൂമിനെ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവൾ ഫ്രാങ്കിയുടെ കൈ തട്ടി മാറ്റും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ദേഹത്ത് കൈവെക്കുമെന്ന് പറഞ്ഞ് ഹാൻകോക്ക് പറയുന്ന പോലെ അവൾ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഉസോപ്പിനാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അതിന് ലിലിത്ത് പറയും, ആ ഒരു ബബിളിന്റെ പവർ അത് ജസ്റ്റ് അവളുടെ കയ്യിൽ മാത്രമാണ് തട്ടിയത്. അത് അവളുടെ ബോഡി മുഴുവൻ തട്ടുകയാണെങ്കിൽ അവളെ മൊത്തത്തിൽ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ ഞാൻ ഒന്നുകൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അവളുടെ ശ്രമം തുടരും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു സർഫ്യൂം അവള് ബീം പവർ അത് അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. അത് കാണേണ്ട താമസം ലിലിത്ത് ഒച്ചത്തിൽ വിളിച്ചു പറയും, ഇനി നിന്നാ വലിയ അപകടമാണ്, എത്രയും വേഗം ഇവിടെ ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ആണെങ്കിൽ ഉഷാറായിട്ട് ഓടാനായിട്ട് തയ്യാറെടുക്കും. നമ്മുടെ ആൾക്കാർ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ അവളുടെ ബീം പവർ വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ആ ഗ്യാപ്പിൽ ഫ്രാങ്കി നൈസായിട്ട് അവളുടെ പുറകിലേക്ക് വന്ന് ലിലിത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ ബബിള് അവളുടെ ദേഹത്തേക്ക് ഇടും. മൊത്തത്തിൽ കൺട്രോൾ പോയി അവളങ്ങനെ വീണ് കിടക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ഫ്രാങ്കി ആണെങ്കിൽ ബെല്ലി എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് ആ സർഫ്യൂമിനെ നോക്കും. അവളാണെങ്കിൽ വിഷമത്തിൽ ഇപ്പൊ ഫ്രാങ്കിയോട് പറയും, എനിക്കിതിന്റെ ഭാരം അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടൂടെ. ഫ്രാങ്കിക്കാണെങ്കിൽ അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. ഒരു ചെറിയ പെൺകുട്ടിയോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബബിൾ എടുത്ത് മാറ്റും. അടുത്ത നിമിഷം അവൾ അങ്ങനെ കറങ്ങി വന്ന് ഫ്രാങ്കിയെ ആഞ്ഞടിച്ച് കല്ലാക്കി മാറ്റുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആവും. ആക്ച്വലി അവർക്ക് സ്ട്രെങ്ത് മാത്രമല്ല ടാറ്റിക്സും ഉണ്ട്. ഉള്ളവരുടെ ഇമോഷൻ വീക്ക്നെസ് അതുപോലും മനസ്സിലാക്കി അവർക്ക് ഹായ് ആയിട്ട് അവരെ തോൽപ്പിക്കാൻ പറ്റും. ഉസോപ്പ് ലിലിത്തുവാണെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവളാണെങ്കിൽ വമ്പം പോസൊക്കെ കൊടുത്ത് കറങ്ങി അവർക്ക് നേരെ വരും. ലളിത്താണെങ്കിൽ ബബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവളുടെ ആ സൗന്ദര്യത്തിൽ മയങ്ങി ലളിത്തും ബ്രൂക്കും അവർ രണ്ടുപേരും ഞൊട്ടിയടയിൽ കല്ലായി തീരുകയാണ്. അങ്ങനെ അവരുടെ ഫൈറ്റിൽ ഇപ്പോൾ ആ ഒരു സർഫ്യൂം അവൾ ജയിച്ചു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഷക്കയാണെങ്കിൽ ആ ലാബിന്റെ ആരും പോവാത്ത ഭാഗത്തേക്ക് വരും. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് ഒരു കണ്ടെയ്നറിൽ ആ നേവി സോൾജേഴ്സിനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അവർ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഞങ്ങളെ തുറന്നു വിട്, മാസങ്ങളായിട്ട് ഇവിടെ പെട്ട് കിടക്കുകയാണ്, ഇനി ഇങ്ങനെ തുടർന്നാൽ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ഞങ്ങൾ മരിച്ചു പോകും. ഷക്കി അതുകൊണ്ട് ഷോക്കായി അവിടേക്ക് ഓടിയെത്തും. അവരുടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കണ്ടെയ്നറിൽ വേഗ് ഓഫ് പങ്ക് അദ്ദേഹത്തെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിക്കും. ഷക്കയാണെങ്കിൽ ഓടി വന്ന് ആ കണ്ടെയ്നർ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ വീഴാണ് അവന്റെ കഴുത്തില് ഒരു വലിയ കത്തി. ആ കത്തി അവന്റെ കഴുത്ത് വെട്ടിയെറിയും. ഓരോ തുളുമ്പി ഷക്ക അങ്ങനെ താഴേക്ക് വീഴുമ്പോ ആ റിയൽ വില്ലൻ അവനങ്ങനെ സ്ക്വാഡുമായിട്ട് കടന്നു വരും. അത് കണ്ട് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആള് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.